വിവരശേഖരണത്തിന്റെ മറവിൽ ആദായനികുതി ഉദ്യോഗസ്ഥർ സഹകരണ സംഘങ്ങളിൽ റെയ്ഡ് തുടരുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോഓപ്പറേറ്റീവ് പ്രൊട്ടക്ഷൻ കൌൺസിൽ സഹകരണ ബന്ദ് നടത്തി. RSS സർ സംഘചാലക് മോഹൻ മധുകർ ഭഗവത് ഇടുക്കി ജില്ലയിലെ പര്യടനത്തിനായി തൊടുപുഴയിലെത്തി. സംസ്ഥാന സംഘടനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് 7 ദിവസത്തെ സന്ദർശനത്തിന് RSS മേധാവി എത്തിയിരിക്കുന്നത്. മദ്യനയത്തിന്റെ പേരിൽ കത്തോലിക്ക സഭയെ വിമർശിച്ച് മുൻ MP-യും കോൺഗ്രസ് നേതാവുമായ PT തോമസ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച മാജിക് പ്രദർശനം യാത്ര ദൃശ്യവിസ്മയമായി. മന്ത്രി PJ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ ബാങ്കുകൾ തമ്മിൽ ലയിപ്പിക്കുവാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ AIBA നേതൃത്വത്തിൽ ബാങ്ക് ജീവനക്കാർ ലയന വിരുദ്ധ ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. കേരള കോഓപ്പറേറ്റീവ് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സഹകാരികളും സഹകരണ വകുപ്പ് ജീവനക്കാരും ആദായനികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെ സഹായിക്കുവാനുള്ള ആദായനികുതി വകുപ്പിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് സഹകരണ ഹർത്താലും നടത്തി. സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് ആദായനികുതി വകുപ്പ് വിവരശേഖരണത്തിന്റെ മറവിൽ സഹകരണ സംഘങ്ങളിൽ റെയ്ഡ് തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ സഹകാരികളും ജീവനക്കാരും തൊടുപുഴയിലെ ആദായനികുതി ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കാണണം കേട്ടോ. BBC-യിലെ തുടർന്ന് നടന്ന ധർണ ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി, ജോൺ നെടിയപാല, KM ബാബു, TR സോമൻ, K ദീപക്, ടോമി കാവാലം തുടങ്ങിയവർ പ്രസംഗിച്ചു. UP-യുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രത്യക്ഷത അറിയിച്ചിട്ടുണ്ട്, ചിദംബരത്തോട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്ത് നരേന്ദ്രമോദിയെ കേരളത്തിലെ 20 MP-മാർ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ MP-മാർ നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനം ഗവൺമെന്റ് പരിഗണനയിലിരിക്കുകയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ സകല സ്ഥാപനങ്ങളിൽ കടന്നുകയറി രേഖകൾ ബലമായി എടുത്തുകൊണ്ട് പോവുകയും പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോയി സ്ഥാപനത്തെ പിന്നീട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിയമാനുസൃതമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട് സ്വന്തമായി സ്ഥാപനമുള്ള ഒരു സ്ഥാപനത്തിൽ അനധികൃതമായി കടന്നുകയറി ജീവനക്കാരെ നടത്താനുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ നീക്കം യാതൊരു കാരണവശാലും കേരളത്തിലെ സഹകരണ മേഖല അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് വ്യക്തി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിയമത്തിൻ്റെതായ വഴിയുണ്ട്. നിയമത്തിന്റെ മാർഗം മാത്രമേ സ്വീകരിക്കാൻ സാധ്യമുള്ളൂ. നിങ്ങൾക്ക് നോട്ടീസ് വരാം. നോട്ടീസിനോട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെ ഞങ്ങൾ അറിയിക്കും. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അനുമതിയോട് മാത്രമേ പിന്നീട് കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യമുള്ളൂ. ഇവിടെ ഫൈൻ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒരാളും ഫൈൻ അടയ്ക്കുന്ന പ്രശ്നമില്ല. കേരളത്തിൽ ഒരു സഹകരണ സ്ഥാപനത്തിന് നോട്ടീസ് കൊടുത്ത് ഫൈൻ അടപ്പിക്കാം. ആദായ നികുതി റെയ്ഡിൽ പ്രതിഷേധിച്ച് കേരള കോഓപ്പറേറ്റീവ് പ്രൊട്ടക്ഷൻ കൌൺസിൽ സഹകരണ ബന്ദ് നടത്തിയതിനാൽ ബുധനാഴ്ച ജില്ലയിലെ സഹകരണ ബാങ്കുകളെല്ലാം അടഞ്ഞുകിടന്നു. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു. സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് ആദായനികുതി വകുപ്പ് വിവരശേഖരണത്തിന്റെ മറവിൽ സഹകരണ സംഘങ്ങളിൽ റെയ്ഡ് നടത്തുന്നതിനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സഹകരണ ഹർത്താൽ നടത്തിയത്.
സഹകരണ നിക്ഷേപം സംരക്ഷിക്കുവാനും നികുതിയിൽ നിന്നും ഇളവ് ലഭ്യമാക്കുന്നതിനും സഹകാരികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയ നിവേദനങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുമ്പോൾ സംസ്ഥാനത്തെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. സാധാരണ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ സഹകരണ ബാങ്കുകളെ തകർക്കുവാനുള്ള ഗൂഢാലോചനയാണോ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഗ്രാമങ്ങളുടെ അഭിമാനമായി മാറിയ സഹകരണ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കേണ്ടത് സാധാരണ ജനങ്ങളുടെ ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സഹകാരികൾ പ്രക്ഷോഭത്തിനിറങ്ങിയിരിക്കുന്നത്. അധ്യാപകർക്കുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായ കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപകൻ ജോസഫ് ജോൺ സാറിനെ കരിമണ്ണൂർ വിന്നേഴ്സ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ ആദരിച്ചു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കോൺഫറൻസ് ഹാളിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ജോസഫ് ജോൺ സാർ തന്റെ അധ്യാപക ജീവിതാനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു. വിന്നേഴ്സ് പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ 29 വിദ്യാർത്ഥികൾ, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സതീഷ് ഷാജി, സ്കൂൾ ലീഡർമാരായ അനസ് പി അനിൽ, മെർലിൻ ജോയി, മീര രാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ജോസഫ് ജോൺ സാറിനെ അനുമോദിക്കാനെത്തിയത്. And second one, beautifully explained as an institutional activity plan. Activity plan is already implemented in the state of science, another for mathematics, another for science. And in each corner, in 1903, they wrote it down. Teaching. Yes, their students are molested in schools. Yes, but this kind of കഴിവുണ്ടോ പ്രാപ്തിയുണ്ടോ മുന്നോട്ടുണ്ടോ ആ കോമ്പറ്റീഷൻ നമ്മൾ പിള്ളേർ നേരിടുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു മാർഗ്ഗമില്ല. പണ്ടൊക്കെ പഠിച്ചാൽ മാത്രം ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു, ചിലപ്പോൾ സ്പോർട്സ് മാത്രം കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ കല മാത്രം കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു. അതല്ല, ഇന്ന് കാലം മാറിപ്പോയി. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നേ. നമ്മളും അങ്ങനെയല്ലേ വിളിക്കുള്ളൂ, ഏറ്റവും കഴിവുള്ള നമ്മൾ വിളിക്കുള്ളൂ. അതുകൊണ്ടാണ് പിള്ളേർ നേരിടാൻ പോകുന്ന വെല്ലുവിളി വലുതാണ്. നിങ്ങളെ വല്ല ടെൻഷനും അതാണ്. കാരണം അവർ നോക്കുമ്പോൾ എടാ എവിടെ പോയി രക്ഷപ്പെടുത്തുന്നില്ലേ, അവർ രക്ഷപ്പെടുത്തി അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് പോകണമെങ്കിൽ ഇതും വേണം. നന്നായിട്ട് പഠിക്കുക മാത്രമല്ല, സൂക്ഷ്മമായി നോക്കണം. കാഴ്ച അത് നിസ്സാരമല്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു, എന്തെല്ലാം കണ്ടു, പക്ഷെ ഒന്നും കണ്ടില്ല, ഒന്നും കണ്ടില്ല. സത്യം അതാണ്. നിങ്ങൾ എന്തെല്ലാം വഴിയുടെ പോകുന്നപ്പോൾ കണ്ട്, ബസ്സൊക്കെ കയറി എന്ന് കണ്ടു, വഴിയുടെ ആൾക്കാർ പോകുന്ന കൂട്ടുകാരെ കണ്ടു, പക്ഷെ ഒന്നും നിങ്ങൾ നിരീക്ഷിച്ചില്ല. എല്ലാം കണ്ടു. കണ്ണിന് കാഴ്ച വേണം, ചെവിക്ക് കേൾവി വേണം, ശ്രദ്ധ വേണം. ഇതെല്ലാം ഇല്ലാതെ മുന്നോട്ട് പോവില്ല. അപ്പം നിങ്ങൾക്കൊക്കെ അത് സാധിക്കും. കാരണം ഇച്ചിടെ കാരണന്മാർക്കുടെ സ്വപ്നങ്ങൾ ഉന്നതമാണ് നിങ്ങളെക്കുറിച്ച്. പക്ഷെ ഇവിടെയുള്ളവർ അത്രയല്ല, ഞങ്ങളുടെ ഇവിടെ ഈ സ്കൂളിൽ പഠിക്കുന്നവർക്ക് അത്രയല്ല. RSS സർ സംഘചാലക് മോഹൻ മധുകർ ഭാഗവത് ഇടുക്കി ജില്ലയിലെ പര്യടനത്തിനായി തൊടുപുഴയിലെത്തി. സംസ്ഥാന സംഘടനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് 7 ദിവസത്തെ സന്ദർശനത്തിന് RSS മേധാവി എത്തിയിരിക്കുന്നത്. മോഹൻ ഭാഗവത് 4 ദിവസം കേരളത്തിലുണ്ടാവും. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ഭാഗവത് ചൊവ്വാഴ്ച 4:30 തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ മഞ്ഞാങ്കൽ മഠത്തിലെത്തി. പ്രാദേശിക RSS നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷം മുതലിയാർ മഠത്തിൽ ബൈഠക്കിൽ പങ്കെടുത്തു. ബുധനാഴ്ച മുതലിയാർ മഠം, കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിൽ സംഘപ്രചാരകന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് 6 മണിക്ക് തൊടുപുഴ, വണ്ണപ്പുറം താലൂക്കുകളിലെ പ്രവർത്തകർക്കായുള്ള യോഗത്തിൽ സന്ദേശം നൽകി. കുമാരമംഗലത്ത് നടത്താനിരുന്ന ഈ പരിപാടി സ്ഥല സൗകര്യക്കുറവിനെ തുടർന്ന് വേദി മാറ്റുകയായിരുന്നു. വ്യാഴാഴ്ച കട്ടപ്പന ടൗൺ ഹാളിൽ RSS പ്രവർത്തകരുടെ യോഗത്തിൽ ഭാഗവത് പങ്കെടുക്കും. 29-ാം തീയതി തൊടുപുഴയിൽ 2 യോഗങ്ങളിലും പങ്കെടുക്കും. 30-ാം തീയതി രാവിലെ കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട്ടിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി പോകും. Z+ കാറ്റഗറി സുരക്ഷയുള്ള മോഹൻ ഭാഗവതിനായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തൊടുപുഴ പട്ടണത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വൻ വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെയാണ് ഭാഗവത് തൊടുപുഴയിലെത്തിയത്. ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഇടുക്കി ജില്ലയിലെത്തുന്നത്. BBC ന്യൂസ്, തൊടുപുഴ. തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ് RSS സർ സംഘചാലക് മോഹൻ ഭഗവതിന്റെ ഇടുക്കി സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയം നീറിപ്പോകുന്ന മലയോര ജില്ലയിലെ സന്ദർശനത്തിന്റെ ഉദ്ദേശം RSS നേതൃത്വം വെളിപ്പെടുത്തിയിട്ടില്ല. 5 ദിവസമാണ് മോഹൻ ഭാഗവത് കേരളത്തിലുണ്ടാവുക. ഇതിൽ 4 ദിവസവും തൊടുപുഴയിലാണ് ചെലവഴിക്കുക. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയം കത്തിനിൽക്കുന്ന കട്ടപ്പനയിലും യോഗത്തിൽ പങ്കെടുക്കും. RSS തലവന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നോട്ടീസോ പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ പോലുള്ള ഒന്നും പരസ്യ പ്രചാരണത്തിനായി ഉപയോഗിച്ചിട്ടില്ല. തൊടുപുഴ കേന്ദ്രീകരിച്ച് 6 യോഗങ്ങളാണ് മോഹൻ ഭാഗവത്തിന്റെ സാന്നിധ്യത്തിൽ ചേരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ മോഹൻ ഭാഗവതിനെ സന്ദർശിക്കുന്നുണ്ട്. RSSനോട് ആഭിമുഖ്യമുള്ള ഹൈന്ദവ നേതാക്കളെയും അദ്ദേഹം കാണും. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ കത്തോലിക്ക സഭ ഇടതുപക്ഷത്തിന്റെ സഹായത്തോടെ
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം RSS നേതാക്കൾ ചർച്ച ചെയ്തിരുന്നു. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ സംഘടനാ നേതൃത്വം അഭ്യർത്ഥിച്ചത് കൂടി പരിഗണിച്ചാണ് മോഹൻ ഭാഗവത് ഇടുക്കിയിലെത്തിയത്. പൊതുവായ വിഷയങ്ങൾക്കൊപ്പം ഗാഡ്ഗിൽ കസ്തൂരംഗൻ വിഷയത്തെക്കുറിച്ചും മോഹൻ ഭാഗവത് RSS പ്രതിനിധികളുമായി ചർച്ച ചെയ്യുമെന്നും നയം വ്യക്തമാക്കുമെന്നുമാണ് അറിയുന്നത്. VBC ന്യൂസ് തൊടുപുഴ. വാർത്തകൾ തുടരുന്നു. രാത്രി ബസ് സർവീസ് എന്ന തൊടുപുഴക്കാരുടെ ആവശ്യത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പച്ചക്കൊടി കാട്ടിയതോടെ നാട് ആഹ്ലാദത്തിൽ. തൊടുപുഴയുമായി ബന്ധിപ്പിച്ച് രാത്രി സർവീസുകൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ശബരി റെയിൽവേ സംരക്ഷണ ചെയർമാൻ OS സമദ് അഭിനന്ദിച്ചു. സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തോളം പഴക്കമുണ്ട്. ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിന് സ്വാതന്ത്ര്യ സമരത്തോളം പഴക്കമുണ്ട്. ശബരി റെയിൽവേ സംരക്ഷണ സമിതി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രികാല ബസ് സർവീസ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരപ്രഖ്യാപനം നടത്തുകയുണ്ടായി. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തൊടുപുഴയിൽ എത്തിയപ്പം ശബരി റെയിൽവേ സംരക്ഷണ സമിതിയുടെ നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ആ സമരം രാത്രികാല ബസ് സർവീസ് എന്ന ജനങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ തയ്യാറാണെന്നും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും എന്ന് ഉറപ്പ് നൽകുകയും ഉണ്ടായി. ഇടുക്കി ജില്ലയിലെ ലക്ഷോപലക്ഷം ജനങ്ങളും ഒരു വളരെ ആഹ്ലാദത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയുമാണ് ഈ വാർത്ത ശ്രവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥ വൃന്ദം ശ്രമിക്കുമ്പം ഭരണകൂടം ജാഗ്രതയോടെ ഇരുന്ന് ഈ ഓണസമ്മാനമായി തന്നെ ബസ് സർവീസ് ആരംഭിക്കണം എന്നാണ് ശബരി റെയിൽവേ സംരക്ഷണ സമിതിക്ക് ഈ തരുണത്തിൽ ഭരണകൂടത്തോട് അറിയിക്കാനുള്ളത്. മദ്യനയത്തിന്റെ പേരിൽ കത്തോലിക്ക സഭയെ വിമർശിച്ച് മുൻ MPയും കോൺഗ്രസ് നേതാവുമായ PT തോമസ്. വീഞ്ഞ് ഉപയോഗത്തിന്റെ പേരിൽ സഭാ നേതൃത്വത്തെ വിമർശിച്ച വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു. ആലപ്പുഴ DCC ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PT തോമസ്. കത്തോലിക്ക മതവിശ്വാസികൾക്കിടയിലെ മദ്യ ഉപയോഗം നിയന്ത്രിക്കാൻ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ആത്മീയ ഇടപെടലുണ്ടാവണം. കത്തോലിക്കരുടെ 99% ചടങ്ങുകളിലും മദ്യം വിളമ്പുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ ആലഞ്ചേരി പിതാവ് പ്രത്യേക കൽപ്പന ഇറക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക മതവിശ്വാസികളുടെ മതപരമായ ചടങ്ങുകളിൽ മദ്യം വിളമ്പില്ല എന്ന് ഉറപ്പ് പാലിക്കാൻ സഭാ നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന പ്രത്യാശ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. കത്തോലിക്കരുടെ കേരളത്തിലെ ആത്മീയ ആചാര്യനായ മാർ ആലഞ്ചേരി പിതാവ് ഇത് സംബന്ധിച്ച് ശക്തമായ ഒരു കൽപ്പന തങ്ങളുടെ വിശ്വാസികൾക്ക് നൽകുമെങ്കിൽ കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്ക് കുറെ കൂടി ഉറപ്പും അതോടൊപ്പം തന്നെ ഗൗരവതരമായ ഒരു നിലപാടും ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച മാജിക് പ്രദർശനം യാത്ര ദൃശ്യവിസ്മയമായി. കോലാനി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ മന്ത്രി PJ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങൾക്ക് ഒരു കാരണമായ മദ്യം അത് കുറയുന്നതുകൊണ്ട് ആ തലത്തിലുള്ള അപകടങ്ങൾ ഇനി കുറഞ്ഞു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ അശ്രദ്ധമായി വണ്ടി ഓടിക്കുക, അതുപോലെ തന്നെ റോഡ് നിയമങ്ങളൊക്കെ തെറ്റിക്കുക, ടൂ വീലേഴ്സിന് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ളത് ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ പോലെ ആ യുവത്വത്തിൻ്റെ പ്രസരിപ്പുമായി അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്ന ഒരു രീതിയുണ്ട്. ഹെൽമെറ്റൊക്കെ ഉണ്ട്, കുറച്ച് തടയാൻ കഴിയും. പക്ഷേ ടൂ വീലേഴ്സ് ഒരു നിശ്ചിതമായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പിന്നീട് പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, റോഡുകളുടെ നിലവാരം അപകടങ്ങൾ ക്ഷണിച്ചു വെച്ച് ഒട്ടേറെ വകുപ്പുകൾ ഒന്നിച്ച്. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിത്, വാർഡ് കൗൺസിലർ ജോസ് മഠത്തിൽ, KA തോമസ്, ഫാദർ സജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവരശേഖരണത്തിന്റെ മറവിൽ ആദായനികുതി ഉദ്യോഗസ്ഥർ സഹകരണ സംഘങ്ങളിൽ റെയ്ഡ് തുടരുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോഓപ്പറേറ്റീവ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സഹകരണ ബന്ദ് നടത്തി.
RSS സർ സംഘചാലക് മോഹൻ മധുകർ ഭഗവത് ഇടുക്കി ജില്ലയിലെ പര്യടനത്തിനായി തൊടുപുഴയിലെത്തി. സംസ്ഥാന സംഘടനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് 7 ദിവസത്തെ സന്ദർശനത്തിന് RSS മേധാവി എത്തിയിരിക്കുന്നത്. മദ്യനയത്തിന്റെ പേരിൽ കത്തോലിക്ക സഭയെ വിമർശിച്ച് മുൻ MP-യും കോൺഗ്രസ് നേതാവുമായ PT തോമസ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച മാജിക് പ്രദർശനം യാത്ര ദൃശ്യവിസ്മയമായി. മന്ത്രി PJ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ ബാങ്കുകൾ തമ്മിൽ ലയിപ്പിക്കുവാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ AIBA നേതൃത്വത്തിൽ ബാങ്ക് ജീവനക്കാർ ലയന വിരുദ്ധ ദിനം ആചരിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ് തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.